ഹായ്. ഒരുപാട് നാളായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. പലപ്പോഴും വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒന്ന് സമയം കിട്ടിയിട്ടുമില്ല, കിട്ടിയപ്പോട്ട് ഇടാൻ പറ്റിയിട്ടുമില്ല. അല്ല, ഇപ്പോൾ എനിക്കൊരു വീഡിയോ ഇടണമെന്ന് തോന്നി. കാര്യം എന്താണെന്നറിയാമോ? 2 വീഡിയോ ഞാൻ കണ്ട്. ഒരു റേഷൻ കടയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഒരു ഒരു കൂട്ടര് റേഷൻ സാധനം വാങ്ങിച്ച് ഓണത്തിന് മുമ്പേ റേഷൻ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് ഓണം എല്ലാം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ്, ഓണം കഴിഞ്ഞൊരു 1.5 ആഴ്ച കഴിഞ്ഞിട്ട് ആ അരി എടുത്ത് നോക്കിയപ്പോൾ അത് നിറച്ചും പുഴു. അതും റേഷൻ കടക്കാരന് കിടന്നിയാക്കാലേ. കാര്യം ഞാൻ റേഷൻ കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിക്കുന്നത്. ഈ ഉളറ് പുഴു ചിലപ്പോഴൊക്കെ ഗോതമ്പിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അരിക്കകത്തും കണ്ടിട്ടുണ്ട്. ഇല്ല, പണ്ടത്തെ അത്ര വൃത്തികേടുകളൊന്നും ഇപ്പോഴത്തെ റേഷൻ അരിക്കകത്തില്ല. അതായത് നല്ല റേഷൻ സാധനങ്ങളാണ് ഇപ്പോൾ റേഷൻ കട വഴി കൊടുക്കുന്നത്. ഉള്ള കാര്യം പറയല്ലേ. പണ്ടൊന്നും എനിക്ക് റേഷൻ ഉള്ള കാര്യം പറയാം, എനിക്ക് പണ്ട് റേഷൻ സാധനമൊന്നും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ റേഷൻ അരി ആയാലും ഗോതമ്പായാലും എല്ലാം നല്ല സാധനങ്ങളാണ് കൊടുക്കുന്നത്. ഞാനും വാങ്ങിക്കുന്നുമുണ്ട്. ഗോതമ്പായാലും അരിയായാലും എല്ലാം നമ്മൾ വാങ്ങിച്ചില്ലേ നമ്മൾ റേഷൻ കാർഡ് കട്ടായി പോകത്തില്ലേ. അതുകൊണ്ട് ഞാനും വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ അത് വാങ്ങിച്ച് കൊണ്ടുവച്ചിട്ട് 1.5 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഓണം എല്ലാം ഉണ്ട് കഴിഞ്ഞതിന് ശേഷം അരി തീർന്നപ്പോൾ റേഷൻ എടുത്ത് നോക്കിയപ്പോൾ അത് നിറച്ച് പുഴു. ആ പുഴു കണ്ടിട്ട് അത് റേഷൻ കടയിൽ നിന്ന് വന്ന പുഴുവാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അത് ആ സഞ്ചിയിൽ നിന്ന് അരി തട്ടിയിട്ടപ്പോഴേ അവരുടെ പെര മൊത്തം അങ്ങ് പുഴുവാകുവാണ്. അപ്പം അത്രയും പുഴുവുള്ള ഒരു അരി ഇവർക്കത് കണ്ണ് കാണാൻ വയ്യാതെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അവർ 2 പേരും കണ്ണ് കാണുന്ന ചെറുപ്പക്കാരാണ്. ഭാര്യ അത് തന്നെ, ഭർത്താവും അതിന്. അവർ 2 പേരും കൂടെ പോയാന്ന് പറയുന്ന റേഷൻ വാങ്ങിച്ചത്. അവർക്കെന്ത് കണ്ണ് കാണാൻ വയ്യായിരുന്നതാണ്. എന്നിട്ട് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് അതിനകത്ത് പുഴു കയറ്റിയിട്ട് റേഷൻ കടയിലെ സാധനമാണ്, നിങ്ങൾ കണ്ടു നോക്ക്, ഇതൊക്കെയാണ് റേഷൻ കട വഴി കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അതൊരുമാതിരത്തെ സ്വഭാവമല്ലേ പറയുന്നത്. നല്ല റേഷൻ അരിയൊക്കെ ഇപ്പോൾ കൊടുക്കുന്നത്. ഒന്ന് അത് അവിടെ നിൽക്കട്ടെ, അവർ അത് നുള്ളിപ്പറിക്കാതെ വീഡിയോ ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് വിഷമവും സങ്കടമൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അത് പോട്ടെ. ആ റേഷൻ കടയിലെ അരി അവർ മാത്രമേ വാങ്ങിച്ചുള്ളൂ. എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ വാങ്ങിക്കുന്ന റേഷൻ ആരും ഒരു പരാതി യൂട്യൂബിൽ വന്നില്ല. അവരുടെ മാത്രം പരാതി വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ വീണ്ടും ഈ ആഴ്ച ഞാനൊരു വീഡിയോ കണ്ടു. ഒരു സ്ത്രീ, അതായത് നമ്മളെ യൂട്യൂബർ തന്നെ, അവർ പോയി റേഷൻ വാങ്ങിച്ചപ്പോൾ അതിനകത്ത് ആ റേഷൻ കട അരിക്ക് 4.5 ചെന്നപ്പോൾ റേഷൻ കടയിലെ ആൾ റേഷൻ അരി കൊടുത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? അവർ വർത്തമാനം കേട്ടപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച് റേഷൻ കടക്കാരൻ അവിടെ ഉണ്ടായിരുന്നു, ഇവരെ മനഃപൂർവ്വം ഇവർക്ക് അരി കൊടുക്കാഞ്ഞാന്ന്. ഇവരുടെ സംഭാഷണം അങ്ങനെയാണ്. ഞാൻ 4.5 റേഷൻ കടയിൽ ചെന്നപ്പം അരി തരുത്തില്ല എന്നും പറഞ്ഞ് അവർ ഷട്ടർ പിടിച്ചിട്ട് അവർ നോക്കിയപ്പോൾ മേശപ്പുറത്ത് 2 ഗ്ലാസ്സിനകത്ത് കാപ്പി ഇരിക്കുന്നു. എന്നിട്ട് അതിനകത്ത് ആളുണ്ട്, എന്നിട്ട് റേഷൻ തരത്തില്ല എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഗൗരവപരമായിട്ട് അയാൾ ഷട്ടർ പിടിച്ചിട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ട് ഇറങ്ങി നിന്ന് റേഷൻ കടയുടെ മുകളിൽ സപ്ലൈകോയിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചപ്പോൾ അവിടെയും കോൾ എടുത്തില്ല എന്ന് പറഞ്ഞു. 4.5 റേഷൻ കട മുതലാളി റേഷൻ കട തുറക്കാൻ വന്നതേ ഉള്ളൂ. അന്നേരം അയാൾ വന്ന് തുറന്ന് അരി കൊടുത്തു. അപ്പം എന്തോന്നാണ് ഈ വീഡിയോ ഇടുന്നത്? റേഷൻ കടയിലെ റേഷൻ കടക്കാരൻ വരാതെ അവിടെ തൂക്കാൻ നിൽക്കുന്ന ആളിന് റേഷൻ കൊടുക്കാൻ പറ്റുമോ? നമ്മളെ വിരൽ പഞ്ച് ചെയ്തെങ്കിലേ റേഷൻ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. പഞ്ച് ചെയ്യുന്ന സാധനമായിട്ട് റേഷൻ കട മുതലാളി അന്നേരം 4.5 വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അരി കൊടുക്കുന്ന ആൾ ഇവർ അരിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഷട്ടർ പിടിച്ചിട്ട് പുറത്താക്കിയിട്ട് ഷട്ടർ പിടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് ഇവർ പരാതിയായിട്ട് ഇന്ന് ഞാൻ റേഷന് വാങ്ങിച്ചുകൊണ്ടേ പോകത്തുള്ളൂ എന്നും പറഞ്ഞ് അതിൽ നിന്നപ്പോൾ റേഷൻ കടക്കാരൻ വന്നതേ ഉള്ളൂ. വന്ന് അത് തുറന്ന് അവർക്ക് റേഷൻ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ എന്തോതിനാണ് ഈ പരാതി ഇടുന്നത്? അയാൾ വന്നാലല്ലേ റേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവിടെ തൂക്കാൻ നിൽക്കുന്ന ആളിന് റേഷൻ കൊടുക്കാൻ പറ്റുമോ? പണ്ടൊക്കെ ആണെങ്കിൽ റേഷൻ കടയിൽ നിന്ന് ഇത്ര കിലോ അരി വേണമെന്ന് പറഞ്ഞ് നമുക്ക് തൂക്കി വാങ്ങിച്ചു കൊണ്ടുപോകും. ഇപ്പം അങ്ങനല്ല. ഇപ്പം നമ്മളെ വിരൽ റേഷൻ കാർഡിൽ പേരുള്ളവർ പഞ്ച് ചെയ്തെങ്കിലേ നമുക്ക് റേഷൻ ആ ആഴ്ചയിലെ ആ മാസത്തിലെ ആ ആഴ്ചയിലെ റേഷൻ നമുക്ക് അനുവദിക്കത്തുള്ളൂ. എന്നാലേ അവർക്ക് തരാൻ പറ്റത്തുള്ളൂ. ഇത് പഞ്ച് ചെയ്യുന്ന സാധനമായിട്ട് റേഷൻ മുതലാളി വീട്ടിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഇവർക്ക് പഞ്ച് ചെയ്ത് റേഷൻ സാധനം കിട്ടും? ഇതൊക്കെ എന്തോത്തിനാണ് യൂട്യൂബിൽ വന്ന് ഇതൊക്കെ പരാതി പറയുന്നത്? ഇതൊക്കെ യൂട്യൂബിൽ വന്ന് പരാതി പറഞ്ഞിട്ട് ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരവരുടെ പരാതികൾ എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ റേഷൻ കടയുടെ വാതിലിൽ നിന്ന് സംസാരിക്കണം. ഇതിപ്പോൾ ആവശ്യമില്ലാത്തൊരു വീഡിയോയാണ് അവരിട്ടത്. റേഷൻ കട എനിക്ക് സാധനം തന്നില്ല, എന്നോട്
ഗൗരവമായിട്ട് പറഞ്ഞ് ഷട്ടർ ഇട്ടെന്ന് പറഞ്ഞു. അത് റേഷൻ കട മുതലാളി അല്ലല്ലോ അത്. മറ്റേയാൾക്ക് കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ എന്തിനാ യൂട്യൂബിൽ വന്നിരുന്ന് പറയുന്നത്? ഇതൊക്കെ ഞാൻ നോക്കിയിട്ട് ഇതൊക്കെ ഒരുമാതിരി ആവശ്യമില്ലാത്ത വീഡിയോകളൊക്കെ ഇടുന്നത്. റേഷൻ അരിക്കാത്ത പുഴു, പുഴുവൊക്കെ ഉണ്ടെങ്കിൽ വല്ല സപ്ലിക്കോയിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കണമെന്ന്. അല്ലെങ്കിൽ ആ റേഷൻ എന്തിനും ഒരു വീട്ടിലിട്ട് അത് ഉള്ളിൽ പറക്കാൻ പോയി അത് അതേ കണക്ക് കെട്ടിയിട്ട് സപ്ലിക്കോയിൽ കൊണ്ട് കൊടുക്കണം. ഇതാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ സാധനം എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കണമായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മളെ മന്ത്രിക്ക് അത് പാക്ക് ചെയ്ത് അത് നമ്മളെ മന്ത്രിക്ക് അയച്ചു കൊടുക്കണമായിരുന്നു. ഇതാണ് റേഷനായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. അല്ലാതെ റേഷൻ കടയിൽ ഇരിക്കുന്നവർക്കോ അല്ലെ വാങ്ങിച്ചു കൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അതിനകത്ത് പുഴു കയറ്റി വെച്ചിട്ട് പരാതിയായിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇതൊക്കെ ഞങ്ങളും ഒക്കെ വാങ്ങിക്കുന്നത് തന്നെ. ആവശ്യമില്ലാത്ത വീഡിയോസുകളുമായിട്ടൊക്കെ ചുമ്മാ എന്തിനാ സമയം കളയുന്നത്? ആ നേരത്തിന് 5-6 പാട്ടൊക്കെ പാടി ഇട്ടുകൂടി. റേഷൻ സാധനവും പോത്തോളി വെച്ചും കൊണ്ട് 2-3 പാട്ടൊക്കെ പാടി ഇട്ടാൽ അതൊക്കെ കാണാനൊരു രസമുണ്ട്. അല്ല ചുമ്മാ ആവശ്യമില്ലാതൊക്കെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം യൂട്യൂബിൽ വന്നിരുന്ന് പരാതി പറയുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. അത് 2 വീഡിയോസ് അതങ്ങനെ പോട്ടെ. 2 വീഡിയോസ് കണ്ടതിൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിട്ടത്. എൻ്റെ കൂട്ടുകാരിത് കണ്ടിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനൊരു അഭിപ്രായമായിട്ട് നിങ്ങളൊരു കമൻ്റ് ഇടുക. മനസ്സിലായോ? പിന്നെ അതുപോലെ ഈ പ്രായമായ അച്ഛന്മാരെയൊക്കെ ഉപേക്ഷിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ ഓർത്ത് നിങ്ങളെ വളർത്തി വലുതാക്കിയ ഈ അച്ഛനമ്മമാരെ നിങ്ങളൊരിക്കലും ഉപേക്ഷിക്കരുത്. അവരെ നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുക. ഒരിക്കൽ നിങ്ങളെ അവർ ചേർത്ത് നിർത്തിയാണ് വളർത്തി ഇത്രത്തോളം എത്തിച്ചത്. അപ്പോൾ വയസ്സ് ചെല്ലുമ്പോൾ നിങ്ങൾ അവരെ ചേർത്ത് നിർത്തുക. ഇങ്ങനെ വഴിയരികിനും റോഡരികിനും അങ്ങനെ അവരെ തെണ്ടാനും ഒന്നും അനുവദിക്കാതെ. നിങ്ങളെ അവർ തെണ്ടിയായിരിക്കും നിങ്ങളെ വളർത്തി വലുതാക്കിയത്. അവസാനം അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ സ്വന്തമായിട്ട് തെണ്ടാൻ വിടാതെ നിങ്ങൾ തെണ്ടി അവരെ നോക്കുക. അല്ല അച്ഛനമ്മമാരെ ഒരിക്കലും തെണ്ടാൻ വിടരുത്. മക്കൾ തെണ്ടുക. നിവൃത്തിയില്ലാത്ത മക്കളാണെങ്കിൽ തെണ്ടി അച്ഛനമ്മമാരെ നോക്കുക. അല്ലാതെ അച്ഛനമ്മമാരെ തെണ്ടാൻ ഇറക്കരുത്. എനിക്കൊരു അപേക്ഷയാണ് അത്. ഒരിക്കലും നമ്മൾ അച്ഛനമ്മമാരെ ഈ റോഡ് നീളെ തെണ്ടാൻ അനുവദിക്കരുത്. അത് വല്ലാത്തൊരു ധർമ്മ സങ്കടമാണ്. നമ്മൾ ഈ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസുകൾ അങ്ങനെ വരുന്നുണ്ട്. അച്ഛനമ്മമാരുടെ പരാതികൾ, അമ്മമാരും അച്ഛന്മാരും വന്ന് പരാതി പറയുന്നത് മക്കളെയൊക്കെ കെട്ടിച്ചുവിട്ട് അവർ നോക്കുന്നില്ല, കാണുന്നില്ല, അവരെവിടെയൊക്കെ കൊണ്ട് കളയുന്നു എന്നും പറഞ്ഞുകൊണ്ട്. എന്തിനാ ഈ പാവമൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് പോയിരുന്ന് ജീവിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? വല്ല പ്രയോജനമുണ്ടോ? ഈ അച്ഛനമ്മമാരെയൊക്കെ കൊണ്ടുവന്ന് വല്ല അനാഥ മന്ദിരത്തിൽ റോഡിലൊക്കെ കൊണ്ട് തള്ളിയിട്ട് നിങ്ങളിങ്ങനെ കുടുംബപരമായിട്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ തോന്നുന്നു? എങ്ങനെ ജീവിക്കാൻ തോന്നുന്നു? പണ്ട് ഈ അച്ഛനമ്മമാരൊക്കെ നിങ്ങളെ ഉണ്ടാക്കി വളർത്തി ഇത്രത്തോളം അവർക്കും ആകുമായിരുന്നു പണ്ടേ നിങ്ങളെയൊക്കെ അങ്ങ് റോഡുകളെ കളയാൻ. അവർ കളയാതെ ചേർത്ത് നിർത്തി വളർത്തി പഠിപ്പിച്ച് വലുതാക്കി ജോലിക്കാരായി കല്യാണം കഴിച്ച് മക്കളുമായി കുടുംബമായപ്പോൾ അവരെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ മോശമുള്ള കാര്യമാണ്. ദൈവത്തെ ഓർത്ത് എല്ലാവരും നമ്മൾ അച്ഛനമ്മമാരെ കൂടെ നിർത്തണം. അവരെ ഒരിക്കൽ റോഡിൽ ഉപേക്ഷിക്കരുത്. അവരെ തെണ്ടാൻ അനുവദിക്കരുത്. അവരെ നിങ്ങൾ തെണ്ടിയെങ്കിലും അവരെ തെണ്ടാൻ അനുവദിക്കാതെ നിങ്ങൾ തെണ്ടിയെങ്കിലും അവരെ വളർത്തുക. അവരെ മുന്നോട്ട് കൊണ്ടുപോവുക. ഒരിക്കലും അതിനനുവദിക്കരുത്. ഒരുപാട് പേര് നമ്മൾ റോഡുകളെ കാണുന്നുണ്ട്. വലിയ സങ്കടമാണ്. പ്രായമായവർ നമ്മളെ വീടുകൾ തോറും വരുന്നുണ്ട്. പ്രായമായവർ റോഡിലും ഞാൻ കാണുന്നുണ്ട്. ഇതൊക്കെ ഈ മക്കളെയൊക്കെ കുറ്റങ്ങളാണ് ഇവരൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനോ അല്ലെങ്കിൽ ഒരു 2 നേരത്തെ ആഹാരത്തിനോ വേണ്ടി അവരെ റോഡിൽ ഇറക്കരുത്. അതെൻ്റെ ഒരു അപേക്ഷയാണ്. നമ്മൾ അച്ഛനമ്മമാരെ നമ്മളെ നെഞ്ചോട് ചേർത്ത് നിർത്തുക. ഒരിക്കൽ അവരുടെ നെഞ്ചത്തിട്ടാണ് നമ്മളെ വളർത്തി വലുതാക്കി വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ വയസ്സ് ചെല്ലുമ്പോൾ അവരെ നമ്മളെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളെ കുട്ടികളെയൊക്കെ വളർത്താനും അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഈ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരെ വീട്ടിൽ തന്നെ നിർത്തുക. അതാണ് നല്ല കാര്യം. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, പ്രായമായ പെൺമക്കളുള്ള അമ്മമാരോടാണ്. പെൺമക്കളെയൊക്കെ ഇങ്ങനെ ഭൂരിപക്ഷം പെൺമക്കളെയും നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഒരേ ആൺപിള്ളേരുമായിട്ടൊക്കെ നിൽക്കുന്നത്. പെൺമക്കളുള്ള അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് അവരെയൊക്കെ കുറേ കൂടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. നല്ലവരും കാണും, ചീത്ത ആൾക്കാരും കാണും. എല്ലാം നല്ല മക്കൾ, നമ്മളെ പെൺമക്കളെന്ന് പറയുന്നത് എല്ലാം നല്ല മക്കളാണ്. പക്ഷേ അവരെ നമ്മളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ ചുമ്മാതെ കോളേജിൽ അവിടെ പോകുമെന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാ കണ്ണടയ്ക്കരുത്. നമ്മളും ഒന്ന് നോക്കുക. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അവർ തെറ്റായ വഴിയിലൂടെ പോകുന്നതെന്നുള്ളത് അവർക്ക് ഈ പ്രായത്തിൽ അവർക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ കുറേയൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുക. അവരാരും വഴിതെറ്റാതെ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോകണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് പെൺമക്കളുള്ള അമ്മമാർ ഒന്നും കൂടെ നല്ല രീതിയിൽ നമ്മളെ പെൺമക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സ്കൂളിൽ കോളേജിലൊക്കെ വല്ലപ്പോഴും പോയി അന്വേഷിക്കുക. അവർ കോളേജിലൊക്കെ കയറുന്നുണ്ടോ ഇല്ലയെന്ന്. കാര്യം നമ്മൾ റോഡിലൊക്കെ കാണുന്നുണ്ട്. അവരൊക്കെ ഇടുക്ക് വഴിയിൽ അവിടെ ഇവിടെയൊക്കെ ആൺപിള്ളേരുമായിട്ടൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നതൊക്കെ നമ്മൾ പല വഴികളിൽ വെച്ച് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വരാതിരിക്കാനും അവർക്കൊന്നും സംഭവിക്കാതിരിക്കാനും അതുപോലെ തന്നെ പെൺമക്കളോട് ഞാൻ പറയുകയാണ്, നമുക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം,
ഒരിക്കലും നമ്മളെ ശരീരം വിട്ടാരെ സ്നേഹിക്കാൻ നടക്കരുത്. അത് നമുക്ക് ഏറ്റവും വലിയൊരു അബദ്ധത്തിലേ നമ്മൾ ചെന്ന് ചാടത്തോളൂ. എത്ര സ്നേഹം കാണിച്ചാലും എത്ര സ്നേഹമുള്ളവനെന്ന് പറഞ്ഞാലും ശരി തന്നെ നമ്മളെ ശരീരം ആർക്കും കൊടുക്കാതിരിക്കുക. നിയമപരമായിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുപോട്ടെ. അല്ലാതെ ഒരുത്തന്മാരും കൂടെ നടന്ന് ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും അവരവരുടെ ശരീരം നോക്കി ആരോടെ വേണമെങ്കിലും സഹകരിച്ച് മുന്നോട്ട് പോവുക. അതുകൊണ്ട് എൻ്റെ അമ്മമാരോട് ഞാൻ പറയുകയാണ്, പെൺമക്കളെ ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അവർ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനാണ്. അവരുടെ ഈ പ്രായത്തിൽ അവർക്ക് അറിയത്തില്ല അവർ കാണിക്കുന്നത് അബദ്ധമാണെന്ന്. കൂടെയൊക്കെ നമ്മളും കൂടെ ശ്രദ്ധിക്കുക. എനിക്ക് ഇത്രയൊക്കെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. ഞാൻ ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ട്. സമയക്കുറവ് കൊണ്ട് മാത്രമല്ല, എനിക്ക് പറ്റത്തില്ല വീഡിയോ ഇടാൻ. ഞാൻ അങ്ങനെ ചുമ്മാ വന്നിരുന്ന വീഡിയോ ഇടത്തില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും എൻ്റെ നന്ദി, നമസ്കാരം. ഒന്നൊന്നുമല്ല, അവര് തന്നെ എന്നെ കൊണ്ടുവന്നാക്കിയതാ. ഞാൻ അവർ പോയും കൂടി ഞാൻ അറിഞ്ഞില്ല. എത്ര മക്കളുണ്ട് അമ്മക്ക്? 2 പേര്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാണ്. അവരെന്താ ചെയ്യുന്നേ ഇപ്പോ? അവര് 2 ജോലിയുണ്ട്, കല്യാണവും കഴിഞ്ഞ് മക്കളും ഉണ്ട്. അമ്മ ഇങ്ങനെ മക്കളെ സ്വപ്നം കാണാറുണ്ടോ? ഇല്ല, വേണ്ട, അവരെ കാണണ്ട. എന്നെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക്? അറിയില്ല, അമ്മയെ കാണാൻ എപ്പോഴെങ്കിലും അമ്മയെ കൊണ്ടുപോകും. അമ്മ എപ്പോഴെങ്കിലും വേണ്ട, പോകണ്ട. എനിക്ക് ഇവിടെ നിൽക്കണം, നല്ല സമാധാനമുണ്ട് ഇവിടെ നിന്ന്. അവിടെ പോയൊന്നും ഉണ്ടാക്കില്ല, കിട്ടിയില്ലെങ്കിലും ഇവിടെ ഒരു കുഴപ്പമില്ല. എല്ലാ കൂട്ടുകാരും